بسم الله الرحمن الرحيم നിങ്ങൾ നന്മയാണെന്ന് കരുതുന്ന വിഷയം ചിലപ്പോൾ നിങ്ങൾക്ക് തിന്മയായി ഭവിച്ചേക്കാം. എന്നാൽ നിങ്ങൾ തിന്മയാണെന്ന് കരുതുന്ന വിഷയം നന്മയായും ഭവിച്ചേക്കാം. അള്ളാഹുവിന് എല്ലാത്തിനും ഓരോ തീരുമാനമുണ്ടാവും. ചില സമയത്തെല്ലാം നമ്മൾ കരുതും, ഈ പടച്ചവന് എന്നോട് ഒരു സ്നേഹവുമില്ല എന്ന്, അവൻ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷേ കുറച്ചു കഴിഞ്ഞേ നമുക്ക് മനസ്സിലാവും, അത് സംഭവിക്കലായിരുന്നു ഏറ്റവും നല്ലതെന്ന്. ഈ ലോകത്തുള്ള സകലരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി, അതല്ലെങ്കിൽ ഒരു ഉപദ്രവം ചെയ്യാൻ വേണ്ടി അവർ ചട്ടം കെട്ടി എന്നിരുന്നാലും അതൊന്നും നമുക്ക് ബാധിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമേ നടപ്പിലാവൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണിത്. ഇതിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും റബ്ബിൻ്റെ ഖളായിൽ സംശയിക്കാൻ കഴിയില്ല. അഥവാ ഇതെനിക്ക് ഇപ്പോൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് റബ്ബ് എന്നോട് ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ ഖളാഇനോടുള്ള പൊരുത്തക്കേടാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.